ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് എ വിഷു വ്ളോഗ്. വിഷു കഴിഞ്ഞിട്ട് ഒരു മാസം ആവാറായിട്ടുണ്ടെങ്കിലും ഇതിപ്പോ ഇവിടെ ഇടാൻ കാരണം ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഡോക്യുമെന്റ് സം മൊമെന്റ്സ് ഇൻ മൈ ലൈഫ്. അങ്ങനെ പുലർച്ചയ്ക്ക് അച്ഛൻ വന്ന് വിളിച്ച് കണ്ണുപൊത്തി കൊണ്ടുവന്ന് കണി കാണിച്ചു. ഇതാണ് ഞങ്ങളുടെ 2026 വിഷു കണി. അങ്ങനെ എന്റെ അനിയത്തിനെയും അച്ഛൻ വിളിച്ചു കൊണ്ടുവന്നു, പക്ഷെ അവളെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ആൻഡ് അടുത്തതായിട്ട് എന്റെ അമ്മേനെയും അച്ഛൻ കൊണ്ടുവന്ന് കണി കാണിച്ചു. കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് അച്ഛമ്മ ചെയ്യാൻ പറയല് ചാപ്പയും കുറും ഇട്ട് നോക്കുക. അത് 2 കോയിൻ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കുലുക്കിയിട്ട് നോക്കുക. അപ്പൊ 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം. അങ്ങനെ 3 പ്രാവശ്യം സെയിം ആയി വന്നാൽ നല്ലതാണ്. അങ്ങനെ എന്തൊക്കെയോ എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഹാപ്പി വിഷു. അമ്മു കൈനേട്ടം വിഷു കൈനേട്ടം അമ്മു വിഷു കൈനേട്ടം. അച്ഛമ്മ ആ സ്പോട്ടിൽ തന്നെ വിഷു കഴിഞ്ഞിട്ടൊക്കെ തന്ന് അങ്ങനെ ഐശ്വര്യത്തോടെ ഞങ്ങൾ കോമ്പല പടക്കം പൊട്ടിച്ച് പടക്കം പൊട്ടിക്കൽ ആരംഭിച്ചു. അങ്ങനെ പൂജാമുറിയിൽ നിന്ന് നേരെ വിഷുക്കണി കൊല്ലായിലേക്ക് കൊണ്ടുവച്ചു. സാധാരണ എല്ലാ വർഷവും ഞങ്ങൾ കൃഷ്ണന്റെ വേറൊരു വിഗ്രഹമാണ് വെക്കാറ്. ഈ വർഷം ഈ വിഗ്രഹം വെച്ചത്. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? അങ്ങനെ ഞങ്ങൾ കുറേ പടക്കം പൊട്ടിച്ചു. എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ എല്ലാം ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടെ. അച്ഛമ്മയും വല്യമ്മയും അച്ഛനും അമ്മയും എല്ലാവരും ഇരുന്ന് പൂത്തിരി കത്തിക്കാണ്. അങ്ങനെ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ ഞാനും അനിയത്തി ഒരു ഫിച്ചൊക്കെ ചെയ്തു. ഞങ്ങൾ 4 പേരും കൂടെ തറവാട്ട് അമ്പലത്തിലാണ് പോയത്. അവിടെ നിന്ന് നേരെ ഒരു കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് വെച്ച് പിടിച്ചു. സെറ്റ് മുണ്ട് എടുത്തോണ്ട് തന്നെ എനിക്ക് സൈഡായിട്ടിരിക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു. ഇതാണ് തിരുവച്ചറ അമ്പലത്തിന്റെ കുളം. അമ്മേനെ കണ്ടോ, നല്ല സുന്ദരിയായിട്ട് നടന്നു വരികയാണ്. അച്ഛമ്മ അമ്പലത്തിൽ പോയി വന്ന് ഡ്രസ്സ് മാറി നിൽക്കാണ്. ആൻഡ് അതിനുശേഷം ഞങ്ങളുടെ സ്വന്തം ശ്രീകുട്ടിയേച്ചി, എന്റെ കസിൻ ആണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ട് അങ്ങനെ ചേച്ചിനോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഓവറാക്കാണ്. നല്ല ശമ്പളം കിട്ടിട്ട് ട്രെൻഡിനൊപ്പം എന്ന് പറഞ്ഞ പോലെയാണ് അഭിയേട്ടന്റെ കാര്യം. ഈ വർഷത്തെ വിഷുവിന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന സാധനമാണല്ലോ ഇത്. നല്ല ക്യൂട്ട് ഉണ്ണിക്കണ്ണന്റെ ആ ഒരു ഇതിലൊക്കെയാണ് അഭിയേട്ടൻ കൈ നീട്ടം തന്നത്. സാധാരണ എല്ലാ വിഷുവിനും സദ്യയുടെ ഒപ്പം സൈഡായിട്ട് നോൺ വെജ്, അതായത് ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാവാറ്. മലബാർ ഏരിയയിൽ പിന്നെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും. ഓണത്തിന് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ കംപ്ലീറ്റ് സദ്യ തന്നെ ആക്കാറ്, നോൺ ഉണ്ടാവാറില്ല. ഈ വർഷം പക്ഷെ ഞങ്ങൾക്ക് ബിരിയാണി, ആവോലി പൊരിച്ചത്, പിന്നെ കടുക്ക ഫ്രൈ ഒക്കെ ആയിരുന്നു. എന്റെ വീട്ടിൽ ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിലത്തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറ്. അത് എത്ര വയസ്സായ അച്ഛനും അച്ഛമ്മയൊക്കെ ആണെങ്കിലും അവരെല്ലാവരും നിലത്തിരുന്നിട്ടാണ് കഴിക്കാറ്. ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് നിലത്തിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ചക്കര അപ്പൊ തന്നെ അച്ഛന്റെ മുന്നിൽ വന്നു. ഇപ്പൊ ഉള്ളത് എന്റെ അച്ഛൻ, അമ്മ, അനിയത്തി, അച്ഛമ്മ, അച്ഛൻ, പിന്നെ എന്റെ വല്യച്ഛനും വല്യമ്മയും, പിന്നെ ആന്റിയും മക്കളും. അങ്ങനെ എല്ലാവരും കൂടെ നാട്ടു വർത്തമാനൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാണ്. ഏകദേശം ഒരു 3 മണിക്ക് ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോ ഈ വീട്ടിലെ ഓണം വിഷയം അയ്യോ ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ട്. എല്ലാരും ചിക്കനൊക്കെ കടിക്കുന്ന ഷോട്ടൊക്കെ എടുത്തിട്ട് പിന്നെ ഫുഡ് അടി അങ്ങോട്ട് അവസാനിപ്പിച്ച് നേരെ പടക്കം പൊട്ടിച്ചു. അനിയത്തി എന്തോ റീലൊക്കെ കണ്ടിട്ട് അത് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കുകയാണ്. എല്ലാ ഒറ്റപ്പടക്കും കൂടെ ഒന്നിച്ച് ശരിക്കും രസമുണ്ട്. നല്ല വെണ്ണ ഇട്ട്, കൊറേ വെണ്ണ ഇട്ട്.
പിന്നെ രാത്രിയായപ്പോൾ എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മാമനും മാമിയും മോനും അമ്മമ്മയും എല്ലാവരും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പടക്കൊക്കെ പൊട്ടിക്കുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോഴാണ് പീലിയും ഏച്ചിയും ഏട്ടനും എല്ലാവരും കൂടെ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ പ്രാവശ്യത്തെ വിഷു അങ്ങനെ അടിച്ചു പൊളിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.